ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് കിച്ചൺ. ഇന്ന് നമുക്കിങ്ങനെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. മുളക് പൊടി ഞാനിവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഒരു സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, പിന്നെ കുറച്ച് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത്, ഇഞ്ചിയും വെളുത്തുള്ളി ഓരോരോ ടീസ്പൂൺ വീതം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് സവാളയും തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അത് ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് തക്കാളിയും കാഷ്യൂനട്ടും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വഴണ്ട് വന്നാൽ മതി. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. നമുക്കൊരു പാൻ വെച്ച് അത് ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചിക്കൻ വറുത്ത് കോരിയെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇതാക്കിയെടുക്കാം, ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് കോരി വെച്ച ചിക്കനും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത്, ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ അതൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അതിനകത്തേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 1/2 സ്പൂണ് പഞ്ചസാര മതിയാവും. നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിത് നന്നായിട്ട് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് വെന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് മല്ലിയിലയും കുറച്ച് പാലും കൂടെ ഒഴിച്ച് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.